മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട്. പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും. പാർട്ടി തന്നെ പിണറായി വിജയന് ഇളവ് നൽകിയിട്ടുണ്ട്. വനിതാ മുഖ്യമന്ത്രിക്ക് LDF-ൽ തടസ്സമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞ സജി ചെറിയാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനെ തെറ്റു പറയാനാവില്ലെന്നും വ്യക്തമാക്കി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആരാണെന്നുള്ള പാർട്ടി തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഈ 12 മാസം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് അദ്ദേഹം തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. 12 മാസം കഴിഞ്ഞുള്ള കാര്യം പാർട്ടി ചർച്ച ചെയ്യാതെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും. പാർട്ടി ചർച്ച ചെയ്തു, ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങളുണ്ട്. അന്നേരം ഞങ്ങളോട് പറയാം. ഇപ്പം നമുക്ക് മാധ്യമത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, വനിതകൾ മുഖ്യമന്ത്രിമാരാകുന്നതിനൊന്നും ഇവിടെ ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസം തരും. പാർട്ടിയിൽ ഓരോരുത്തരുടെ സ്ഥാനം നോക്കും, അവർ എങ്ങനെയാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി നോക്കും, ജനങ്ങൾക്കിടയിൽ അവരുടെ ബന്ധങ്ങൾ നോക്കും. അവരെ മത്സരിപ്പിച്ച് ഒരു ചുമതല ഏൽപ്പിച്ചാൽ അത് നിറവേറ്റാൻ അവരുടെ മുൻകാല പരിചയങ്ങൾ നോക്കും. ഇതെല്ലാം വെച്ചുകൊണ്ടാണ്. അത് ഓപ്പൺ ഡിസ്കഷനാണ്. അല്ലാതെ CPM-നെ പറ്റി അറിയാവുന്നവർക്കറിയാം, അതിലൊന്നും മറയൊന്നുമില്ല. അഷൻഡിയാഗോ നമുക്കൊപ്പം. അഷൻഡിയാഗോ, വനിതാ മുഖ്യമന്ത്രിക്ക് തടസ്സമില്ല, പക്ഷേ പിണറായി വിജയന്റെ പ്രായം കണക്കാക്കേണ്ട കാര്യമില്ല, പിണറായി വിജയൻ തന്നെ തുടരും എന്നല്ലേ സജി ചെറിയാൻ അടുത്ത ഊഴത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നത്? തീർച്ചയായും സുജി, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാം തവണയും LDF തന്നെ അധികാരത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയാണ് സജി ചെറിയാൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2 തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ടിലും നേരത്തെ സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇടതുപക്ഷം വലിയ വിജയം തന്നെ കൈവരിക്കുകയും ചെയ്യും. ഭരണ തുടർച്ചയുണ്ടാകും. കാരണം സംസ്ഥാനത്തെ ആളുകൾ ഈ ഭരണ തുടർച്ച നൽകിയ ആളുകളാണ്. അവർക്ക് ഈ ഒരു സുരക്ഷിതത്വം, കാരണം വർഗീയ വിഷം നാടിൽ പരക്കുകയാണ്. ഈ ഒരു വർഗീയതയെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹമുള്ളവരാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിക്കുള്ളിൽ തടസ്സമില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ആ ചുമതലകൾ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെ പൂർത്തീകരിക്കുന്നു, അതനുസരിച്ച് ആളുകൾക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഈ പാർട്ടി തന്നെ സമയം നൽകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അതിനാരും തടസ്സം നിൽക്കില്ല എന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ LDF ആണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനാണ് പ്രാധാന്യം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും ജനം UDF-ന് വോട്ട് ചെയ്യുന്നതിനെ തെറ്റു പറയാനാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF വലിയ വിജയം തന്നെ നേടും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ഇളവുകൾ പാർട്ടി തന്നെ നൽകിയിട്ടുണ്ട് എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ശുഭപ്രതീക്ഷകളാണ് എന്തായാലും LDF ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും. സുജയ, വിവരങ്ങൾ നൽകിയത് അഷൻഡിയാഗോയാണ്.